ദൈവത്തിന്റെ ശക്തിക്കായി നമ്മൾ പോരാടുന്നില്ലെങ്കിൽ തലമുറ കൈവിട്ടുപോകും. അവർ പള്ളിയിൽ വരുന്നതിനെ ന്യായീകരിക്കുന്നു. കോപാകുലരും ജിജ്ഞാസുക്കളും നിറഞ്ഞ ഒരു തലമുറ ഉയർന്നുവരുന്നു. ആ തലമുറയ്ക്ക് നമ്മൾ ഉത്തരങ്ങൾ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവർ പറയുന്നു, 10 വർഷമായി ഞാൻ പള്ളിയിൽ പോകുന്നു. ഞാൻ പള്ളിയിൽ വരുന്നതിനു മുമ്പ് എനിക്ക് കൂടുതൽ സുഖമായിരുന്നു. യൂറോപ്പിലും അമേരിക്കയിലും പള്ളിയിൽ പോകാത്ത ചെറുപ്പക്കാരുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ അത് ധൈര്യത്തോടെ പറയുന്നു. അവർ വന്ന് ഞാൻ ഇനി പള്ളിയിൽ പോകാറില്ല എന്ന് പറയുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെ നിരീക്ഷിക്കുന്നു. അവർ ദൈവത്തെ സേവിക്കുന്നു. അവരിൽ ചിലർ മിഷണറിമാരായും പാസ്റ്റർമാരായും ദൈവത്തെ സേവിക്കുന്നു. അവർക്ക് സ്കൂൾ ഫീസ് താങ്ങാൻ കഴിഞ്ഞില്ല. അത് എങ്ങനെയുള്ള ദൈവമാണ്? ഞങ്ങളുടെ മുത്തച്ഛന്മാർ വിഗ്രഹങ്ങളെ സേവിച്ചപ്പോൾ സമ്പത്തുണ്ടായിരുന്നു. അവർ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു, പക്ഷേ അവർ ആഹാരത്തിനുള്ളവ കൊണ്ടുവന്നു. അവർ മികച്ച വിളവെടുപ്പ് കൊണ്ടുവന്നു. കുട്ടികളെ നന്നായി വളർത്തി. നമ്മുടെ ധാരണയിൽ എന്തോ കുഴപ്പമുണ്ട്. നമുക്ക് അധികാരസ്ഥാനത്തേക്ക് മടങ്ങാം. വരും തലമുറക്കായി പ്രാർത്ഥിക്കാം.